പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മരിയ. ഞാൻ 2019 ആദ്യമായിട്ട് എബൈഡ് യുവജനധ്യാനം കൂടുന്നത്. അന്ന് മാനസാന്തരത്തിന് തയ്യാറാകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് ഞാൻ ശരിക്കും ബാക്കിലിരുന്ന് ആ ധ്യാനം എന്താണെന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എങ്കിൽ പോലും ആ ധ്യാനത്തിൽ നടന്ന ശുശ്രൂഷകളൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ദൈവവിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് വളർന്നു. അതിനുശേഷം ദൈവം ഉണ്ടെന്ന് ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ആ ധ്യാനത്തിൽ ലഭിച്ചു. പക്ഷേ കാര്യമായ മാറ്റമൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നില്ല. അതിനുശേഷം 2023 വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ വീണ്ടും ധ്യാനേന്ദ്രത്തിലേക്ക് വരുന്നത്. അന്ന് ഞാൻ ഒത്തിരി തകർന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവരെ പോലും എനിക്ക് ആശ്രയിക്കാനോ അവരോട് തുറന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി വരെ എൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ശരിക്കും ഞാനിത് ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കര ഭാരപ്പെട്ടും തളർന്നും ഇനി ജീവിക്കണ്ട എന്നും ചിന്തിച്ചിരുന്ന സമയത്താണ് കൃത്യമായിട്ട് ഈശോ എന്നെ അബൈഡ് ധ്യാനത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് പ്രേക്ഷിതവേലയുടെ ഭാഗമായിട്ട് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിലായിരുന്നു ഇരുന്നത്. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഈശോയുടെ അടുത്തിരുന്നു. ശരിക്കും അന്നാണ് ഞാൻ യഥാർത്ഥ ഒരു ഈശോ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അതിന് മുൻപ് ഒരു ധ്യാനം കൂടിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. അന്ന് തന്നെ ഈശോ തൊട്ടത് ഞാൻ അനുഭവിച്ചറിഞ്ഞിരുന്നു. എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പല പാപങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തോട് ഞാൻ വളരെയധികം ചേർത്ത് വെച്ചിരുന്ന ചില പാപങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഫാഷൻ വസ്ത്രധാരണം. എനിക്കെൻ്റെ മനസ്സുകൊണ്ട് പോലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു പാപമായിരുന്നു അത്. അതൊരു പാപമാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ചാപ്പലിൽ ഇരുന്ന ദിവസങ്ങളിൽ ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞു, ഈശോ ശരിക്കും നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ദൈവം നമ്മുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ എൻ്റെ ശരീരം ഒരു ദേവാലയമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഫാഷൻ വസ്ത്രം ധരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കാനായിരുന്നു പണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ചിന്ത തന്നെ എന്നെ വിട്ടുപോയി. ശരിക്കും ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു. അതിനുശേഷം ദൈവകൃപയാൽ ഇന്ന് വരെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധ്യാനേന്ദ്രത്തിൽ പ്രേക്ഷിതവേലയ്ക്ക് വേണ്ടി വരാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്തെന്നാൽ മറ്റെല്ലാവരെയുംക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ശരിക്കും എൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളൊക്കെ മാറിയതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. ഞാൻ നടന്നിരുന്ന വഴിയും അതുപോലെ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ പല തെറ്റായ ഫ്രണ്ട്ഷിപ്സ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാനും ഈശോയെ ആശ്രയിച്ച് ജീവിക്കാനും ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു.